ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്യുവേദ ലേണിംഗ് ഹബ്. അപ്പോൾ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ഓർ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം, എസോപ്പ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ഓർ സ്കീം, അതിൻ്റെ മീനിങ്: Employee stock option means the option given to the directors, officers or employees of a company the benefit or right to purchase or to subscribe for the shares of the company at a future date at a predetermined lower price. അപ്പോൾ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ, ഇസോപ്പ് എന്താണ്? ഒരു നിശ്ചിത ഡേറ്റിൽ ലോവർ പ്രൈസിൽ കമ്പനിയിലെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനോ പർച്ചേസ് ചെയ്യാനോ കമ്പനിയിലെ എംപ്ലോയീസിന്, അതായത് ഡയറക്ടേഴ്സ്, ഓഫീസേഴ്സ്, അങ്ങനെയുള്ള എംപ്ലോയീസിനൊക്കെ കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് ഇസോപ്പ്. എംപ്ലോയീസിന് കിട്ടുന്ന ഒരു ബെനഫിറ്റ് അല്ലെങ്കിൽ ഒരു റൈറ്റ് ആണ് ഇത്. ഓക്കെ, അണ്ടർ ദിസ് സ്കീം ദ എംപ്ലോയീസ് ആർ മെയ്ഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഇക്വിറ്റി ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഇൻ ഫേസ്ഡ് മാനർ. ഈ ഇസോപ്പ് മൂലം കമ്പനിയിലെ എംപ്ലോയീസിനൊരു ഓണർഷിപ്പ് കൂടി ലഭിക്കുകയാണ്. കാരണം ഫേസ്ഡ് മാനറിൽ, അതായത് ഘട്ടം ഘട്ടമായിട്ട് കമ്പനിയിലെ ഇക്വിറ്റി ക്യാപിറ്റലിന് ഒരു അവകാശം കൊടുക്കുകയാണ് എംപ്ലോയീസിന്. കമ്പനിയിലുള്ള ഇക്വിറ്റി ക്യാപിറ്റലിനൊരു അവകാശം, ഒരു റൈറ്റ് കിട്ടുവാണ് എംപ്ലോയീസിന്. ഓക്കെ, അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു ബെനഫിറ്റ് അല്ലെങ്കിൽ ഒരു റൈറ്റ് ആണെന്ത്? ഇസോപ്പ്. ഓക്കെ, under ESOP the employees gain is the difference between market price and exercise price of shares offered. ഇസോപ്പിലെ എംപ്ലോയീസിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ കമ്പനി ഓഫർ ചെയ്യുന്ന പ്രൈസും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ളൊരു ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഇക്വേഷൻ നോക്കാം. എംപ്ലോയീസ് ഗെയിൻ അണ്ടർ ഇസോപ്പ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർസ് മൈനസ് എക്സസൈസ് പ്രൈസ്. അതായത് നമ്മുടെ ഇസോപ്പിൻ്റെ അണ്ടറിൽ എംപ്ലോയീസ് ഗെയിന് കാൽക്കുലേറ്റ് ചെയ്യാൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ മൈനസ് എക്സസൈസ് പ്രൈസ് ആണ്. അതായത് കമ്പനി ഓഫർ ചെയ്യുന്ന പ്രൈസാണ് എക്സസൈസ് പ്രൈസ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എക്സസൈസ് പ്രൈസ് കുറയുമ്പോൾ ആണ് എംപ്ലോയീസ് ഗെയിൻ കിട്ടുക. അതായത് മാർക്കറ്റിലുള്ള പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിലായിരിക്കും എംപ്ലോയീസിന് കൊടുക്കുക. അപ്പോൾ അതൊരു എംപ്ലോയീസിനുള്ള ഗെയിൻ ആണ്. ഓക്കെ, the exercised price is the concessional price at which the shares are offered. എക്സസൈസ്ഡ് പ്രൈസ് എന്നാൽ കൺസെഷണൽ പ്രൈസ് ആണ്. മാർക്കറ്റിലുള്ളതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് എംപ്ലോയീസിന് ഷെയർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇസോപ്പ് എന്ന് പറയുന്നത് എംപ്ലോയീസിനൊരു ഗെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. അവർക്കൊരു റൈറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു ബെനഫിറ്റ് ആണ്. അവർക്ക് ആ കമ്പനിയിലുള്ള ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം അനുഭവിക്കാനുള്ള ഒരു എന്തൊരു അവസരം കിട്ടുകയാണ്, അവർക്കൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓർ ബെനഫിറ്റ്സ് ഓഫ് ഇസോപ്പ്. ഫസ്റ്റ് വൺ, ടു മോട്ടിവേറ്റ് എംപ്ലോയീസ്. അതായത് മോട്ടിവേറ്റ് ചെയ്യുക, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റീവ് ഇസോപ്പിനുണ്ട്. ഇസോപ്പ് ആക്ട്സ് ആസ് എ മോട്ടിവേറ്റർ ടു മേക്ക് എംപ്ലോയീസ് ഹൈലി ഇൻവോൾവ് ഇൻ ദെയർ ജോബ്സ്. അതായത് എംപ്ലോയീസിന് ആ കമ്പനിയിൽ ചെയ്യുന്ന ജോലിയുടെ ആത്മാർത്ഥതയ്ക്ക് കമ്പനി കൊടുക്കുന്നൊരു പ്രതിഫലമാണ് ഇസോപ്പ്. അപ്പോൾ നമുക്ക് ഇസോപ്പിനെ നമുക്ക് അങ്ങനെ ഒരു പ്രതിഫലമായിട്ട് കാണാം എംപ്ലോയീസിന് കൊടുക്കുന്നത്. അവരെ കൂടുതൽ വർക്ക് ചെയ്യുന്നതിനൊക്കെ വേണ്ടി അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഈ സ്കീം ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി സെക്കൻഡ് ഒബ്ജക്റ്റീവ്, ടു റീറ്റെയിൻ ക്വാളിറ്റി എംപ്ലോയീസ്. പുതിയതായി ക്വാളിറ്റിയുള്ള എംപ്ലോയീസിനെ അട്രാക്റ്റ് ചെയ്യാനും നിലവിലുള്ള എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യാനും ഇസോപ്പ് സഹായിക്കുന്നുണ്ട്. അതേപോലെ എംപ്ലോയീസിന് ആ കമ്പനിയോടുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാനും ഈ ഇസോപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് കമ്പനീൻ്റെ ഇക്വിറ്റി ക്യാപിറ്റലിൽ ഒരു അവകാശം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോർഷൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ് എംപ്ലോയീസിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്വാളിറ്റി എംപ്ലോയീസ് അവരെ അവിടെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇസോപ്പ് സഹായിക്കുന്നുണ്ട്. തേർഡ് വൺ, ടു റിവാർഡ് ക്വാളിറ്റി എംപ്ലോയീസ്. ഇസോപ്പ് ഒരു കോമ്പൻസേഷൻ ടൂളായിട്ടാണ് കമ്പനി കാണുന്നത്. ഇസോപ്പ് ആക്ട്സ് ആസ് എ കോമ്പൻസേഷൻ ടൂൾ വിച്ച് ഓഫർ റിവാർഡ്സ് ദാറ്റ് ക്യാൻ എക്സീഡ് ദ എക്സ്പെക്ടേഷൻസ് ഓഫ് എംപ്ലോയീസ്. അതായത് എംപ്ലോയീസ് ചെയ്യുന്ന ജോലിക്ക് അവരുടെ സാലറിക്ക് പുറമേ കൊടുക്കുന്ന ഒരു എക്സ്ട്രാ കോമ്പൻസേഷൻ ആയിട്ടാണ് ഇസോപ്പിനെ കാണുന്നത്. അതുകൊണ്ട് എംപ്ലോയീസിന് ഒരു റിവാർഡായിട്ട് ഈ ഇസോപ്പ് കൊടുക്കുന്നു. ഓക്കെ, ഫോർത്ത്, ടു ഗ്രാൻഡ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. എംപ്ലോയീസ് റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് നൽകുന്നൊരു ബെനിഫിറ്റാണ് ഇസോപ്പ്.
അപ്പം ഇന്റർനാഷണലി ഇസോപ്സ് ആർ യൂസ്ഡ് ഫോർ ഗ്രാൻഡിങ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ടു എംപ്ലോയീസ് ആൻഡ് ആർ സക്സഷൻ പ്ലാൻസ് ഫോർ ഓണേഴ്സ് കഴിഞ്ഞാൽ പിന്നീട് ആ കമ്പനിയുടെ ബോർഡിൽ സീനിയോറിറ്റിയോട് കൂടി ഇവരൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആര്? ഈ നമ്മളെ ഇസോപ്പ് പ്ലാൻ കൊടുക്കുന്ന എംപ്ലോയീസ്. ഓക്കെ, അവർക്ക് ഇക്വിറ്റി ഷെയർ ലഭിക്കുന്നു, അതിലൂടെ ഒരു ഓണർഷിപ്പ് പദവി ലഭിക്കുന്നു, വോട്ടിംഗ് റൈറ്റ് ലഭിക്കുന്നു, അങ്ങനെ ബോർഡിലൊരു മെമ്പർ ആവാനും ചാൻസ് ലഭിക്കുന്നു. അപ്പോൾ അവർക്ക് കിട്ടുന്ന കുറേ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ആണ് ഈ ഇസോപ്പ്. ഓക്കെ, ഇനി 5th വൺ, ടു ഇംപ്രൂവ് കോർപ്പറേറ്റ് പെർഫോമൻസ്. ഇസോപ്പ് എയിംസ് അറ്റ് പ്രൊമോട്ടിംഗ് ദ കോർപ്പറേറ്റ് പെർഫോമൻസ് ഓൺ എ സസ്റ്റൈനബിൾ ബേസിസ്. ഒരു കമ്പനിയുടെ കോർപ്പറേറ്റ് ലെവലിലുള്ള പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും ഇസോപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു കമ്പനിയുടെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിനും അത് ലോങ് ടേമിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും കമ്പനിയെ ഇസോപ്പ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് ഇസോപ്പ്. ഇനി നമുക്ക് സെബി ഗൈഡ് ലൈൻസ് നോക്കാം. ഇൻ റെസ്പെക്ട് ഓഫ് ഇസോസ് എന്നും പറയാം, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. ഓക്കെ, സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സെബി ഗൈഡ് ലൈൻസ് ആർ ഗിവൺ ബിലോ. താഴെ പറയുന്നതൊക്കെയാണ് സെബി ഗൈഡ് ലൈൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ, no ESOPs can be offered to employees of a company unless the shareholders of the company approve ESOPs by passing a special resolution in the general meeting. കമ്പനിയുടെ ജനറൽ മീറ്റിംഗിൽ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കൂടി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയില്ല എങ്കിൽ ഒരു കമ്പനിക്കും ഇസോസ് അല്ലെങ്കിൽ ഇസോപ്പ് എന്ന സ്കീം നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നാണ് ഫസ്റ്റ് സെബി ഗൈഡ് ലൈൻസിൽ പറയുന്നത്. ഓക്കെ, no ESOPs can be offered to employees of a company unless the shareholders of the company approve ESOPs by passing a special resolution in the general meeting. കമ്പനിയുടെ ജനറൽ മീറ്റിംഗിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയില്ല എങ്കിൽ ഒരു കമ്പനിക്ക് ഇസോസ് അല്ലെങ്കിൽ ആ ഇസോപ്പ് സ്കീം നടപ്പിലാക്കാൻ സാധിക്കില്ല. മനസ്സിലായല്ലോ? ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം. ESOPs would be open to all permanent employees of the company working in India or outside India and to the directors of the company. കമ്പനിയിലെ എല്ലാ പെർമനൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനും ഇന്ത്യക്കുള്ളിലാണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും കമ്പനി ഡയറക്ടേഴ്സിനും ഒക്കെ ഇസോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റൈറ്റ് ഉണ്ട്. അവർക്ക് ഓപ്പൺ ആണിത്. ഓക്കെ, ഇനി തേർഡ് വൺ, the company shall not vary the terms of ESOPs in any manner which may be detrimental to the interest of the employees. ഇസോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ എംപ്ലോയീസിൻ്റെ ഇൻട്രസ്റ്റിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും അതിൽ കമ്പനി ഉൾപ്പെടുത്താൻ പാടില്ല. കാരണം ഈ ഇസോസ് സ്കീം എന്ന് പറയുന്നത് എംപ്ലോയീസിന് ബെനിഫിറ്റ് ഉള്ളതായിരിക്കണം. അപ്പം അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും നമ്മുടെ ഇസോസ് സ്കീമിൽ കമ്പനി ഉൾപ്പെടുത്താൻ പാടില്ല. ഓക്കെ, ഫോർത്ത് വൺ, ഓപ്ഷൻ ഗ്രാൻഡഡ് ടു ആൻ എംപ്ലോയി ഷാൽ നോട്ട് ബി ട്രാൻസ്ഫറബിൾ ടു എനി പേഴ്സൺ. ഒരു പർട്ടിക്കുലർ എംപ്ലോയിക്ക് ഗ്രാൻഡ് ചെയ്ത ഇസോപ്പ് മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. ദാറ്റ്സ് നോട്ട് ട്രാൻസ്ഫറബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോയിന്റ്, നോ പേഴ്സൺ അതർ ദാൻ ദ എംപ്ലോയി ടു ഹും ദ ഓപ്ഷൻ ഈസ് ഗ്രാൻഡഡ് ഷാൽ ബി എൻടൈറ്റിൽഡ് ടു എക്സൈസ് ദ ഓപ്ഷൻ. ആർക്കാണോ കമ്പനിയുടെ ഓപ്ഷൻ ലഭിച്ചത് അവർക്ക് മാത്രമേ ഷെയറുകൾ വാങ്ങിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുകയുള്ളൂ. ഓഫർ ലഭിച്ച എംപ്ലോയി അല്ലാതെ വേറെ ഒരാൾക്കും ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യാൻ സാധിക്കില്ല. ഏതൊരാൾക്കാണോ കിട്ടിയത് ആ വ്യക്തിക്ക് മാത്രമേ ആ ഷെയറുകൾ വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ലാസ്റ്റ് പോയിന്റ്, there shall be minimum period of 1 year between the grant of option and vesting of option. ഗ്രാൻഡിങ് ഓഫ് ഓപ്ഷനും വെസ്റ്റിംഗ് ഓഫ് ഓപ്ഷനും തമ്മിൽ മിനിമം 1 ഇയർ പീരീഡ് ഗ്യാപ്പെങ്കിലും ഉണ്ടായിരിക്കണം. ഗ്രാൻഡ് ഓഫ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി കുറഞ്ഞ വിലയ്ക്ക് ഷെയർ ഗ്രാൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രാൻഡ് ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഗ്രാൻഡ് ചെയ്ത ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അത് വാങ്ങാനുള്ള ഓപ്ഷനെയാണ് നമ്മൾ വെസ്റ്റിംഗ് ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഗ്രാൻഡ് ചെയ്ത് 1 ഇയറിന് ശേഷമേ അത് വാങ്ങിക്കാൻ സാധിക്കൂ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, എന്താ, മിനിമം 1 ഇയർ പീരീഡ് ഗ്യാപ്പെങ്കിലും ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഈ ഒരു ഇയറിൽ ഗ്രാൻഡ് ചെയ്തു, അപ്പോൾ ഒരു 1 ഇയർ കഴിഞ്ഞിട്ടേ നമുക്കത് വെസ്റ്റ് ചെയ്യാൻ സാധിക്കൂ, വാങ്ങിക്കാൻ സാധിക്കൂ. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇസോപ്പ് പ്ലാൻ എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ബെനഫിറ്റ്സ് നമ്മൾ പറഞ്ഞു, അതേപോലെ ഒരു 6 ഗൈഡ് ലൈൻസ് പറഞ്ഞു, സെബി ഗൈഡ് ലൈൻസ്. സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ. ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് അക്യുവേദ.